എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾക്കിടയിൽ തന്നെ ഇന്നൊരു വിമർശനമുണ്ട്. മത നേതാക്കളും പൗരോഹിത്യവുമൊക്കെ ഇന്ന് ആളുകളെ ഭക്തന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അവരെ നീതിമാന്മാരാക്കി മാറ്റുന്നതിന് ആത്മാർത്ഥമായൊരു ശ്രമം നടത്തുന്നില്ല. അതിനെക്കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? മതഭക്തന്മാരായി അല്ലെങ്കിൽ മതാചാര്യന്മാരായി രംഗത്തുള്ളവർ ഈ സമുദായത്തിൽ നിന്ന് മതമൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ശുദ്ധ ഭൗതികമായ ഈ സമൂഹത്തിൽ നിന്നും രംഗത്ത് ആടുന്ന കുറേ കള്ളനാണയങ്ങൾ അതിലുണ്ട് എന്നതാണ് ഒരു കാരണം. യഥാർത്ഥ മതത്തിൻ്റെ വക്താക്കളായി മതത്തെ നയിക്കുന്ന മത നേതാക്കന്മാരും പുരോഹിതന്മാരും അങ്ങനെയല്ല. പക്ഷെ അതൊരു ന്യൂനപക്ഷമാണ്. മഹാഭൂരിപക്ഷം മതത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതുപോലെ പൗരോഹിത്യ നേതൃത്വവും മതത്തെ ഭൗതികമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണെന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് പൗരോഹിത്യ നേതൃത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ജീർണതകളുടെ ഒരു വലിയ അംശമായിട്ടാണ് അനുഭവങ്ങളിലൂടെ നാം ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ശരിയായ പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ ജനങ്ങളെ ത്തിൻ്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ പാഠശാലകളിലോ നമ്മുടെ നിത്യജീവിതത്തിലോ നമ്മുടെ അസംബ്ലിയിലും പാർലമെൻറ്റിലോ നിയമസഭകളിലോ ഒന്നും മതത്തിന് അർഹമായ സ്ഥാനം കിട്ടുന്നില്ല. മതത്തെ പ്രയോഗവൽക്കരിക്കുന്നവർക്ക് ശരിയായ അംഗീകാരമില്ല. ശുദ്ധ മതവിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ മതക്കാർക്കും വേണ്ട. ഇതിനെതിരെ പ്രവാചക തുല്യമായ രീതിയിൽ മരണത്തെ ജീവിതത്തിൽ വിലപ്പെട്ട എന്തും തൃണവൽ ഗണിച്ചുകൊണ്ടുള്ള ഒരു ധാർമ്മിക മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. അതിന് വളരെയധികം ആവശ്യമുള്ളൊരു കാലഘട്ടം തീർച്ചയായും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ജനങ്ങളെ ഇങ്ങനെ ഈ കള്ളന്മാർക്ക് എന്നും നശിപ്പിക്കാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. ദൈവം ഇടപെട്ടുകൊണ്ട് തന്നെ ധാർമ്മിക ശക്തിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് നടക്കുമെന്ന് തന്നെയാണ്. കാരണം ലോകം മടുത്തിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് എന്ത് തിന്മ ചെയ്താലും അതിന് മേലാളന്മാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്, അവരതിനെ ആശീർവദിക്കാനും കള്ളന്മാരെയും കൊള്ളക്കാരുടെയും കപട രാഷ്ട്രീയക്കാരെയും അവർ ചെയ്യുന്ന എല്ലാ വഞ്ചനയും കള്ളും ചൂഷണവും വ്യഭിചാരവും ലോകത്ത് തിന്മയായി മതങ്ങൾ മുഴുവൻ ഉദ്ഘോഷിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾക്കൊക്കെ എതിരെന്ത് പ്രവർത്തിച്ചാലും അതിനെയൊക്കെ ദൈവികതയും മത വർണ്ണവും ചാർത്തിക്കൊടുക്കുന്ന മതപൗരോഹിത്യം അവരും ഈ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഈ കപടമായ ഈ കൂട്ടുകെട്ട് മാറ്റിക്കൊണ്ട് യഥാർത്ഥമായ ആത്മാവുള്ള ഒരു മതത്തിൻ്റെ തിരിച്ചുവരവ് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അസ്ഥാനത്തല്ല, ദൈവം ആ നീതി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഞാൻ വ്യക്തിപരമായ ഒരു ചോദ്യം ഇമാമിനോട് ചോദിക്കട്ടെ. അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു അനുഭവം എന്തായിരുന്നു? അതെങ്ങനെയാണ് അങ്ങ് തരണം ചെയ്തത്? തികച്ചും അപ്രതീക്ഷിതമായ ഒരു ചോദ്യമാണ്. എനിക്ക് അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായതായി ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലൊരു അത്ര വലിയൊരു പ്രതിസന്ധി എന്ന് പറയാവുന്ന ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. കാരണം ഏത് പ്രതിസന്ധിയും ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് ഒരു യഥാർത്ഥ ദൈവവിശ്വാസി വിശ്വസിക്കുന്നു. രണ്ടാമത് എന്ത് പ്രതിസന്ധിയിലും അതിൻ്റെ പിന്നിൽ ഒരു വിജയത്തിൻ്റെയും മോചനത്തിൻ്റെയും സന്ദേശമുണ്ട് എന്നുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി മതസൗഹാർദ്ദതയും മതേതരത്വവും ഒക്കെയാണെന്നാണ്. ഇത് ഇന്ന് ചെറിയ തോതിലാണെങ്കിലും ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ശ്രമം ഒരു വ്യക്തി എന്ന നിലയിൽ, ഇമാം എന്ന നിലയിൽ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകും? ഞാൻ ഇമാം എന്ന നിലക്ക് എൻ്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെയും വ്യക്തിപരമായി ഞാനും പരമാവധി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ രാജ്യനിവാസികളെയും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആദരിക്കണം എന്ന ഖുർആനിൻ്റെ സന്ദേശം നിരന്തരം എൻ്റെ എല്ലാ അവസരങ്ങളിലും ഞാൻ പഠിപ്പിക്കുകയും ആവുന്നത്ര അത് പ്രയോഗത്തിൽ വരുത്താൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്.